ലക്ഷദ്വീപ് ബേപ്പൂർ യാത്രായാന സർവീസ് പുനരാരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. ടെൻഡർ ഉറപ്പിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള UAE കപ്പൽ സർവീസ് ആരംഭിക്കണമെന്നും MDC യോഗം ആവശ്യപ്പെട്ടു. നവകേരള സദസ്സ്, വകുപ്പ് മന്ത്രിമാറ്റം എന്നിവ മൂലം കേരള UAE കപ്പൽ സർവീസ് അനന്തമായി വൈകുന്ന സാഹചര്യത്തിലാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ കേരള മുഖ്യമന്ത്രിക്ക് കപ്പൽ സർവീസ് എത്രയും വേഗം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ടവരുടെ അടിയന്തര യോഗം ചേർന്ന് കപ്പൽ സർവീസ് ആരംഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചതായി MDC പ്രസിഡന്റ് ഷവലിയാർ C. ചാക്കുണ്ണി പറഞ്ഞു. സർവീസ് ആരംഭിക്കുന്നതിന് എല്ലാ അനുമതികളും കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ചു. യോഗ തീരുമാനപ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ കപ്പൽ സർവീസ് ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതായി തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസും ടെൻഡർ വിളിച്ചതിന്റെ കോപ്പി സഹിതം മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള IAS MDC പ്രസിഡന്റിനെ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാര്യത്തിൽ സർക്കാർ എല്ലാ കടമ്പകളും കണ്ട കപ്പൽ സർവീസ് ആരംഭിക്കാൻ എത്ര വേഗം നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാലതാമസം ആരംഭിക്കുന്നത് തന്നെയാണ്. വളരെയധികം നല്ല കോർഡിനേഷൻ നമ്മുടെ മാരിടൈം ചെയർമാൻ നടത്തുന്നുണ്ട്. നമുക്ക് ആ ആവശ്യം നേടിയെടുക്കാൻ കഴിയും. 2023 മെയ് 5 ആരംഭിച്ചെങ്കിലും യാത്രക്കാർ ഇല്ലാത്തതിനാൽ നിർത്തിവെച്ച ചെറിയ പാനി എന്ന കപ്പൽ ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ലക്ഷദ്വീപ് ബേപ്പൂർ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും MDCയുടെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗം ആവശ്യപ്പെട്ടു. MDC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, ഖജാൻജി MB കുഞ്ഞാമു, വൈസ് പ്രസിഡന്റുമാരായ KP ബേബി, ഫിലിം K ആന്റണി, സെക്രട്ടറിമാരായ PI അജയൻ, കുന്നോത്ത് അബൂബക്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇങ്ങനെയും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോട്ടോഷൂട്ട്. ദേവദാസി സമ്പ്രദായത്തെ